CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ ജോത്സ്യനെ കണ്ടതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. CPM സംസ്ഥാന സെക്രട്ടറിയായ ഗോവിന്ദൻ മാഷക്ക് ജോത്സ്യനെ കാണാൻ അവകാശമുണ്ടോ? അല്ലെങ്കിൽ എങ്ങനെ ജോത്സ്യനെ കാണാൻ കഴിഞ്ഞു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിലും മറ്റ് ചാനലുകളിലും ഒക്കെ ഉയരുന്നു. ഏഷ്യാനെറ്റ് ഒരു പടി കൂടി കടന്ന് ഭാവി, ഭൂതം, വർത്തമാനം എന്ന രീതിയിൽ ഒരു പരിപാടി തന്നെ ആവിഷ്കരിച്ചിരിക്കുന്നു. ഗോവിന്ദൻ മാസ്റ്റർ എന്തിനാണ് ജോത്സ്യനെ കണ്ടത് എന്ന ചോദ്യമാണ് ഇവിടെ വളരെ ശ്രദ്ധേയം. പയ്യന്നൂരിലെ മാധവ പൊതുവാൾ എന്ന പ്രശസ്ത ജോത്സ്യനെയാണ് ഗോവിന്ദൻ മാസ്റ്റർ കണ്ടത്. ഒറ്റയ്ക്കൊന്നുമല്ല അദ്ദേഹം പോയത്. പാർട്ടി സഖാക്കൾക്കൊപ്പം പോയി ക്ഷേമ അന്വേഷണം അറിയിക്കുകയായിരുന്നു. മാധവ പൊതുവാൾ അസുഖം ബാധിച്ച് ഒരു സർജറി കഴിഞ്ഞ് കിടക്കുന്ന സന്ദർഭമായിരുന്നു. ഈ സന്ദർഭത്തിൽ പയ്യന്നൂരിൽ പോയ ഗോവിന്ദൻ മാസ്റ്റർ മാധവ പൊതുവാളിനെ സ്വാഭാവികമായും സന്ദർശിച്ചു എന്നുള്ളതാണ് സത്യം. പയ്യന്നൂരിലെ CPM നേതാവ് ഭാസ്കരൻ മാഷ് അന്തരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിന് അടുത്താണ് മാധവ പൊതുവാളുടെ വീട്. ഭാസ്കരൻ മാഷിൻ്റെ വീട്ടിൽ പോയ ഗോവിന്ദൻ മാസ്റ്റർ സ്വാഭാവികമായും സർജറി കഴിഞ്ഞ് കിടക്കുന്ന മാധവ പൊതുവാളിൻ്റെ അടുത്ത് കുശലാന്വേഷണം, സുഖാന്വേഷണം നടത്താൻ പോയി. ഇതാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ ബോംബായി പൊട്ടിച്ചത്. ഗോവിന്ദൻ മാസ്റ്റർ ജോത്സ്യനെ കണ്ടു. അതെന്താ CPM നേതാക്കൾക്ക് ജോത്സ്യനെ കണ്ടൂടെ? ഓരോരുത്തർക്കും അവരുടേതായ വിശ്വാസമുണ്ട്. CPMകാർ എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദികളാണ് എന്നുള്ള കാലമൊക്കെ പോയി. ഇവിടെ എല്ലാവരും ഈശ്വരവാദികൾ തന്നെയാണ്. CPMകാർക്ക് ഈശ്വരവാദം പാടില്ലേ? ഗോവിന്ദൻ മാസ്റ്റർ പോയത് തൻ്റെ ഭാവിയോ, ഈ ഏഷ്യാനെറ്റ് പറയുന്ന കണക്ക് തൻ്റെ ഭാവിയോ, ഭൂതമോ, വർത്തമാനമോ അറിയാനല്ല. മാധവ പൊതുവാൾ എന്ന പ്രശസ്ത ജോത്സ്യൻ അസുഖം ബാധിച്ച് കിടക്കുന്നു. ഈ സന്ദർഭത്തിൽ അദ്ദേഹം മാധവ പൊതുവാളെ സന്ദർശിച്ചു. അതിനൊരു കാരണവും ഉണ്ടായിരുന്നു. പയ്യന്നൂരിലെ CPM നേതാവ് ഭാസ്കരൻ മാഷ് അന്തരിച്ചു. ഭാസ്കരൻ മാഷിൻ്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ പോയ ഗോവിന്ദൻ മാസ്റ്റർ തൊട്ടപ്പുറത്തുള്ള മാധവ പൊതുവാളുടെ കുടുംബത്തിലും പോയി. മാധവ പൊതുവാളെ കണ്ടു, സംസാരിച്ചു. ഈ ചെറിയ ഒരു കാര്യമാണ് വലിയ ഒരു സംഭവമാക്കി മുഖ്യധാരാ മാധ്യമങ്ങൾ മാറ്റിയെടുക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ കഷ്ടമല്ല തോന്നുന്നത്, പുച്ഛമാണ്. ഗോവിന്ദൻ മാസ്റ്റർക്ക് ഒരു ജോത്സ്യനെ കാണാൻ പാടില്ലേ? ഗോവിന്ദൻ മാസ്റ്റർ ഒരു വ്യക്തിയല്ലേ സമൂഹത്തിൽ? അദ്ദേഹം സെലിബ്രിറ്റി ഇമേജ് ഉള്ള ഒരു വ്യക്തിയൊന്നുമല്ല. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനാണ്. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം ജോത്സ്യനെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പൂജാരി എന്നോ എന്നുള്ള വകഭേദമില്ല. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ പൊതുപ്രവർത്തനത്തിൽ സജീവമാകണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഗോവിന്ദൻ മാസ്റ്റർ മാധവ പൊതുവാളെ കണ്ടത്. മാധവ പൊതുവാളെ കാണുകയും സംസാരിക്കുകയും ചെയ്തു. ഒറ്റയ്ക്കല്ല പോയതെന്നുകൂടി ശ്രദ്ധിക്കണം. അദ്ദേഹത്തിൻ്റെ കൂടെ CPMൻ്റെ പ്രാദേശിക നേതാക്കൾ ഉണ്ടായിരുന്നു. അവരുടെ സാന്നിധ്യത്തിൽ വെച്ചാണ് സർജറി കഴിഞ്ഞ് രോഗത്തെ തുടർന്ന് സർജറി കഴിഞ്ഞ് കിടക്കുന്ന മാധവ പൊതുവാളുമായി ഗോവിന്ദൻ മാസ്റ്റർ സംസാരിച്ചത്. ഒറ്റയ്ക്ക് പോയി രഹസ്യ സംഭാഷണം നടത്തുകയായിരുന്നില്ല ഗോവിന്ദൻ മാസ്റ്റർ. മുമ്പ് കോടിയേരിക്കെതിരായിട്ടായിരുന്നു ഇങ്ങനെ ഒരു വിമർശനം ഉയർന്നു വന്നത്. കാണാമ്പുഴയിൽ പോയി കോടിയേരി പൂജ നടത്തിയെന്നും കോടിയേരിയുടെ ഭാര്യ വിനോദിനി ബാലകൃഷ്ണൻ പൂജ നടത്തിയെന്നും കോടിയേരിയുടെ അരക്കെട്ടിൽ രക്ഷാ നൂലുകളുടെ പ്രളയമാണെന്നും അരക്കെട്ട് കണ്ട കണക്കാണ് ഓരോ ഓൺലൈൻ മാധ്യമങ്ങൾ വന്നിരുന്ന് പടച്ചു വിട്ടത്. കോടിയേരി നിരീശ്വരവാദിയായിരുന്നു അവസാന കാലം വരെ. അത് മനസ്സിലാക്കാൻ കഴിയാതെ പോയി. അദ്ദേഹത്തിൻ്റെ ഭാര്യ കാണാമ്പുഴയിൽ പോകുന്നത് തടയാൻ അദ്ദേഹത്തിനാകുമോ? അതുപോലെ ഗോവിന്ദൻ മാസ്റ്റർ പയ്യന്നൂരിൽ ഭാസ്കരൻ മാഷിയുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിക്കാനെത്തി. അദ്ദേഹം തൊട്ടടുത്തുള്ള മാധവ പൊതുവാളുടെ വീട്ടിലും പോയി. അതിനെ ഇത്രയും വലിയ ഒരു ചർച്ചയാക്കി മാറ്റി. ഇനിയിപ്പോൾ വൈകുന്നേരം ന്യൂസ് അവറിൽ ഇതായിരിക്കും ചർച്ച. വേറെ വിഷയമൊന്നും ഇല്ലല്ലോ ഇപ്പോൾ പറയാൻ. വേറെ പ്രത്യേകിച്ച് വിഷയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതായിരിക്കും ന്യൂസ് അവറിലെ ചർച്ച. നടക്കട്ടെ ചർച്ച. നമുക്ക് ആ ചർച്ചയൊക്കെ കണ്ട് ആസ്വദിക്കാം. ഒരു വ്യക്തിയെ കാണാൻ പാടില്ലേ? ഈ ചോദ്യമാണ് പൊളിറ്റിക്സ് കേരള ചോദിക്കുന്നത്. ഒരു വ്യക്തിയെ കാണാനുള്ള
അധികാരമുണ്ട്, അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. ഇത് ഒന്നും അല്ലെങ്കിൽ സ്വതന്ത്ര ഇന്ത്യയല്ലേ. എന്തായാലും ഗോവിന്ദൻ മാസ്റ്ററുടെ ജ്യോത്സ്യ സന്ദർശനം ഇന്നിപ്പോൾ തുടങ്ങും. ചാനൽ ചർച്ചയായി തുടങ്ങട്ടെ, നമുക്ക് കണ്ട് രസിക്കാം.